എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. ചതയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഡിസംബർ 2025 എങ്ങനെയാണ് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിൽ നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് നോക്കാം. ചതയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഡിസംബർ 2025. Nine of Pentacles, Nine of Cups, beautiful energy. Six of Cups, Empress energy, Nine of Swords, Magician energy. ആദ്യം തന്നെ ഫസ്റ്റ് കാർഡ് വന്നിട്ട് നിങ്ങളുടെ എനർജി 9 ഓഫ് കപ്സ്, 9 ഓഫ് പെൻറ്റക്കിൾസ്, 9 ഓഫ് സോഡ്സ് എനർജി, 3 9s എനർജിയാണ്. പല കാര്യങ്ങളും സങ്കടങ്ങളുടെ ഒക്കെ പര്യവസാനവും പുതിയ തുടക്കവും ജീവിതത്തിലേക്ക് വരുന്ന ഒരു എനർജിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. 9 ഓഫ് കപ്സ് എനർജി 9 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് സൂചിപ്പിക്കുന്നത് കഷ്ടപ്പെട്ടതിനൊക്കെ ഫലം ലഭിക്കുന്നു എന്ന് ചുരുക്കം. അതായത് നിങ്ങൾ കുറച്ചധികം നാളുകളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫ് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിച്ച ശ്രമങ്ങളൊക്കെ ഫലം കണ്ടു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ നിങ്ങളത് എൻജോയ് ചെയ്യണം. എൻജോയിങ് മണി, നിങ്ങൾക്ക് വേണ്ടുന്ന തരത്തിൽ സാമ്പത്തിക നേട്ടങ്ങൾ, നിങ്ങൾ സ്മൂത്ത് ആയിട്ടുള്ളൊരു ഫിസിക്കൽ എനർജിയും, അതായത് ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടൊക്കെ നല്ലൊരു രീതിയിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചുറ്റിനും പല കാര്യങ്ങളും ഒരു മെറ്റീരിയൽ വെൽബീയിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു എനർജി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സെക്യൂരിറ്റി, സമാധാനം, സ്വസ്ഥതയും ഉള്ളൊരു ജീവിതം, ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതും, ഫിനാൻഷ്യൽ വെൽബീയിങ് ഉള്ളത് പൊതുവേ നിങ്ങളെ കുറച്ചധികം നാളുകളായിട്ട് നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ വെൽബീയിങ്, സാമ്പത്തികമായിട്ടൊരു സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ സർക്കംസ്റ്റൻസസിൽ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മാറ്റം നിങ്ങൾ ഒത്തിരി ആസ്വദിക്കുകയാണ്. അപ്പോൾ സാമ്പത്തികം കയ്യിലേക്ക് വരുമ്പോൾ നിങ്ങൾ അമിതമായിട്ട് പണം ചിലവാക്കി അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് പോകുന്നില്ല. പക്ഷേ അപ്പോൾ നിങ്ങൾ കുറച്ചൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകും. അതിന് വേണ്ടുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നിങ്ങളുടെ ഭാഗത്തുനിന്നൊരു ശ്രമം നടത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഒത്തിരി നിങ്ങൾക്ക് തൃപ്തി തരുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സമയം നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ഒരു ഫെമിനൈൻ എനർജിയാണ്. അപ്പോൾ അതായത് എല്ലാവരോടും സ്നേഹവും സഹാനുഭൂതിയും കാരുണ്യമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മനസ്സാണ് ഈ ഒരു മാസത്തിൽ പൊതുവെ സൂചിപ്പിക്കുന്നത്. 9 ഓഫ് കപ്സ് എനർജി കൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലത് സംഭവിക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിങ്ങളോട് സഹായം ചോദിക്കുന്നവരെ കൈവെടിയുന്ന ഒരു രീതിയല്ല. അതായത് നിങ്ങൾ നല്ല രീതിയിൽ എല്ലാം ഉള്ളതുകൊണ്ട് മറ്റുള്ളവർ സഹായം ചോദിക്കുമ്പോൾ സഹായിക്കുന്നൊരു മനസ്സാണ്. വളരെ സ്നേഹസമ്പന്നമായിട്ടുള്ള കാരുണ്യവും സ്നേഹമൊക്കെ ഉള്ള മനസ്സും, അങ്ങനെ നല്ല കാര്യമാണ്. പക്ഷേ ഇവിടുത്തെ സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ സഹായം ഒത്തിരി പേർക്ക് ഈ ലോകത്തിൽ ആവശ്യമുണ്ടാവും. അപ്പോൾ അവരെല്ലാവരും സഹായം ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളോട് സഹായം ചോദിക്കുമ്പോൾ അത് അർഹതപ്പെടുന്നവരാണോ എന്നുള്ളത് അന്വേഷിച്ച് നോക്കിയിട്ട് സഹായം ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചെറിയ സഹായങ്ങൾ ചെയ്യുമ്പോൾ ഇനി അവരത് തിരിച്ച് അതായത് പൂർണ്ണമായിട്ടൊരു ചാരിറ്റി എന്നുള്ള രീതിയിലാണെങ്കിൽ ഓക്കെ, അല്ലാതെ തിരിച്ച് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയോട് താൽക്കാലികമായിട്ട് ചെയ്യുന്ന സഹായമാണെങ്കിൽ അത് അവർക്ക് തിരിച്ച് തരാൻ പറ്റിയില്ലെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നില്ല എന്ന് തോന്നുന്ന തരത്തിലുള്ള സഹായങ്ങൾ മാത്രം ചെയ്യാൻ ശ്രമിക്കുക. കാരണം അത് തിരിച്ചു തന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ പ്രതിസന്ധിയിലാവും. പിന്നെ ജാമ്യം നിൽക്കുന്നതോ അല്ലെങ്കിൽ വേറെ ഇന്ന ആളുകളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഇന്ന വഴികളിൽ ഇന്ന രീതിയിൽ, അതായത് നിങ്ങൾ എവിടെയെങ്കിലും ഒപ്പിട്ട് കൊടുക്കുന്നോ അല്ലെങ്കിൽ നിങ്ങൾ ജാമ്യം നിൽക്കുന്ന രീതിയിലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഇന്ന സ്ഥലത്ത് അന്വേഷിക്കാം, നോക്കാം എന്നുള്ള രീതിയിൽ പറയാം. പക്ഷെ എവിടെയും നിങ്ങളാണ് എന്നുള്ള രീതിയിലേക്ക്, അതായത് നിങ്ങൾ സൈൻ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു രീതിയിലേക്കൊന്നും വലിയ ലോണോ അതേപോലെ കാര്യങ്ങൾ എടുക്കുന്നിടത്ത് നിന്ന് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് പൊതുവെ ഇവിടെ പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒത്തിരി ആഗ്രഹ സബലീകരണത്തിൻ്റെ സമയമാണ്. അപ്പോൾ ഇതിപ്പോൾ ജോലിയാണെങ്കിലും സാമ്പത്തികമായിട്ട് ആഗ്രഹിച്ച ലെവലിലേക്ക് എത്തുന്നതാണെങ്കിലും ഇനി വിവാഹം, കുടുംബജീവിതം അതുപോലെയുള്ള സാഹചര്യങ്ങളാണെങ്കിലും ഒക്കെ ഒരു അത്ഭുതകരമായിട്ടുള്ള മാറ്റം ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ട് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം. ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും
ജീവിതത്തിൽ സാധ്യമാകുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് 6 ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഇവിടെ ഈ ഒരു എനർജി സൗഹൃദങ്ങൾ, അതായത് ഒത്തിരി നാളുകൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടു പോയ ചില സുഹൃത്തുക്കൾ, നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുമിച്ചായിരുന്നു, പക്ഷെ കാലത്തിൻ്റെ ഒരു പല പല സാഹചര്യങ്ങൾ കൊണ്ടിട്ട് നിങ്ങൾ പിന്നെ കാണാതെ ആയി. ചിലപ്പോൾ ജോലി കിട്ടി മറ്റൊരു ദേശത്തേക്ക് പോയതോ സ്കൂൾ മാറി പിന്നെ പോയതിന് ശേഷം കണ്ടിട്ടില്ല, അങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പോൾ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ വളരെയധികം ഭൂതകാലത്തിലേക്കൊരു കണക്ട് ചെയ്യുന്ന ഒരു ഇമോഷൻസ് ആ ഒരു കാലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വളരെയധികം ഒത്തിരി നാളുകൾക്ക് ശേഷം വളരെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഫീലിംഗ്, ഒരു കാംനെസ്, അതൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ പാസ്റ്റിൽ നിന്ന് വരുന്ന ചില വ്യക്തികളും സൗഹൃദങ്ങളായിരിക്കാം. ആ വ്യക്തികൾ നിങ്ങളുടെ ഫ്യൂച്ചറിനെ, മുന്നോട്ടേക്ക് പോകുന്ന ഭാവിയെ എങ്ങനെ മാറ്റാൻ നിങ്ങളെ സഹായിക്കുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ഈ ഒരു മാസം നിങ്ങൾക്കായിട്ട് തുറന്നു തരുന്നത്. ഇങ്ങനെയുള്ള ചില വ്യക്തികൾ, സൗഹൃദങ്ങൾ, നിങ്ങളുടെ ഭൂതകാലത്തിൽ നിന്ന് വരുന്ന ആളുകൾ നിങ്ങളെ പലതരത്തിൽ ജീവിതത്തിൽ മുന്നേറാൻ സഹായിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒറ്റയ്ക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ചില ആളുകൾക്ക് അവരുടെ കഴിവുകൾ മനസ്സിലാവുന്നുണ്ടാവില്ല. അവർക്ക് എപ്പോഴും ഒരു പുഷ് വേണം, അല്ലെങ്കിൽ അവരുടെ ആളുകൾ പറഞ്ഞു കൊടുക്കണം ഇത് ഇങ്ങനെയാണ്, ഇങ്ങനെ ചെയ്താൽ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്, ഒരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ, നിങ്ങൾ കംഫർട്ടബിൾ മെമ്മറി നിങ്ങളുടെ ഉള്ളിൽ നൽകുന്ന കാര്യങ്ങളും, അതേപോലെ ഇങ്ങനെയുള്ള സുഹൃത്തുക്കൾ പല നിങ്ങളുടെ കഴിവുകളും മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകാൻ, നിങ്ങൾ ചിലപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള കഴിവ് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഇങ്ങനെയുള്ള സുഹൃത്തുക്കൾ നിങ്ങളുടെ ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനത്തെ ഒരു എനർജി, സൗഹൃദങ്ങൾ പ്രയോജനം ചെയ്യുന്നൊരു സമയമാണ്. അതേപോലെ എംപ്രസ് എനർജിയാണ്. അപ്പോൾ പ്രഗ്നൻസി സിറ്റുവേഷനാണ്, അടുത്തിടയ്ക്ക് വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ പ്രഗ്നൻസി ആവാം. ഒരു കുട്ടി ആഗ്രഹിക്കുന്നില്ലാത്തവരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കാം. തീരെ പ്രതീക്ഷിക്കാത്തൊരു പ്രഗ്നൻസി വന്നേക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾ വളരെ ആർട്ടിസ്റ്റിക്കാണ്. അപ്പോൾ പെയിൻറ്റിങ്, ഡ്രോയിങ്, അതുപോലെയുള്ള കാര്യങ്ങൾ, അതുപോലെയുള്ള കാര്യങ്ങളിൽ കുറച്ച് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം താല്പര്യം പ്രകടിപ്പിക്കുന്നതാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ചില കഴിവുകളും, നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെയുള്ള കഴിവ് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെ നിങ്ങൾ മനസ്സിലാക്കുന്നത് അടുത്ത ഇടയ്ക്കാണ്. അപ്പോൾ ആ കഴിവുകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. വളരെ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു, വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി കണക്ഷനാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, ആ ഒരു കണക്ഷൻ. അതേപോലെ തന്നെ 9 ഓഫ് സോഡ്സ് എനർജി ഉണ്ട്. അപ്പം പൊതുവേ സന്തോഷകരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണെങ്കിലും അടുത്തിടെയായിട്ട് ഒത്തിരി സങ്കടങ്ങൾ അനുഭവിച്ച്, ഒത്തിരി പരാജയങ്ങൾ, ഒത്തിരി ഒബ്സ്റ്റക്കിൾസ്, ചാലഞ്ചസ് ഒക്കെ ലൈഫിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഒത്തിരി നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ പലപ്പോഴായിട്ട് ഭയം ഭയങ്കരമായിട്ട് ഉള്ളിൽ വരും. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളൊരു തോന്നൽ ഉള്ളിലുണ്ടാവാം. അപ്പോൾ അങ്ങനെ ഒരു ഉൾഭയം തോന്നൽ ഉണ്ടാകുകയാണ് എങ്കിൽ അതിനെ അതിജീവിക്കാൻ ശ്രമിക്കുക. കാരണം എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ നെഗറ്റീവ് ആകുമ്പോൾ കുറച്ച് സമയത്തേക്ക് കഴിഞ്ഞാൽ അത് മാറ്റി പോസിറ്റിവിറ്റിയിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുക. പൂർണ്ണമായിട്ടും ആ ഒരു എനർജിയിൽ നിന്നാൽ ഒത്തിരി പോസിറ്റീവായിട്ട് വരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റാതെ പോകും. നെഗറ്റിവിറ്റി ഒന്നും നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഇല്ല, ചെറിയ ചെറിയ നോർമലായിട്ടുള്ള കാര്യങ്ങൾ ഒഴിച്ചാൽ. അപ്പോൾ അത് മനസ്സിലാക്കാൻ നെഗറ്റീവ് ഫീലിങ്സിലേക്ക് വരുമ്പോൾ പോസിറ്റിവിറ്റിയിലേക്ക് തിരിച്ചു വരാം. അല്ലെങ്കിൽ ഭയങ്കര ഒരു ശൂന്യത അനുഭവപ്പെടാം. നല്ല കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മളത് മനസ്സിലാക്കുന്നില്ല എങ്കിൽ നമുക്കത് ആസ്വദിക്കാൻ കഴിയില്ല. ആസ്വദിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മൾ സന്തുഷ്ടരാവില്ല. കാരണം നിങ്ങളുടെ എനർജി മജീഷ്യൻ എനർജിയാണ്. എല്ലാം നിങ്ങളുടെ കൈകളാണ്. എന്ത് വിചാരിച്ചാലും നേടാൻ പറ്റുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുകയാണ്, അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച ലെവലിൽ മുന്നോട്ടേക്ക് പോകാം. പക്ഷേ അത് നിങ്ങൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരുന്നുണ്ട്. ഓക്കെ, ആ മജീഷ്യൻ എനർജി അതുപോലെ സൂചിപ്പിക്കുന്നത് എല്ലാം നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന സമയമാണ്. അതേപോലെ എല്ലാം നിങ്ങളുടെ കൈകളിൽ ഉണ്ട് എന്നുള്ളതാണ്. അതായത് വേണ്ടുന്ന തരത്തിലുള്ള സാമ്പത്തികമായിട്ട് ഉള്ള ശേഷിയാണെങ്കിലും ആരോഗ്യം, മാനസികം ഒക്കെ നിങ്ങൾക്ക് തൃപ്തികരമായിട്ടുള്ളൊരു അന്തരീക്ഷം തരുന്ന ഒരു സമയം കൂടിയിട്ടാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, ഞാനൊന്നുമല്ല എന്നുള്ളൊരു ചിന്ത മാറുക. ഒന്ന് നിങ്ങളുടെ തലയിലേക്ക് തന്നെ മാറ്റിമറിക്കുന്നൊരു മാസമാണ്. പോസിറ്റീവ് എനർജിയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ
അപ്പോൾ ഇതുപോലെ നെഗറ്റിവിറ്റീസിനെ അതിജീവിക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മാസമാണ് ഈ ഒരു മാസം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.